അസ്സലാമു അലൈക്കും. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതാണ് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് ഇൻകത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരുവിധം ആളുകൾക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് യൂട്യൂബ് ഇൻകം ഹലാലാണോ ഹറാമാണോ എന്നുള്ളത്. നമ്മൾ ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ ചോദിക്കാറുണ്ട് യൂട്യൂബ് ഇൻകം ഹറാമല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് എനിക്ക് വന്ന കമൻസാണ് ഈ കാണുന്നത്. ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. ഈ കമൻസ് കണ്ടപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ യൂട്യൂബ് ഇൻകം ഹലാലാണോ ഹറാമാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഭൂരിഭാഗം പേരും പറയുന്നത് അത് ഹറാമാണ് എന്നാണ്. ഹറാമാണ് എന്ന് പറയുന്നത് യൂട്യൂബ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് കൊണ്ടല്ല. നമ്മൾ ഹറാമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഹറാം തന്നെയാണ്. പക്ഷേ യൂട്യൂബ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിൽ യൂട്യൂബ് ഓരോ ആഡ്സ് പ്രൊമോട്ട് ചെയ്യും. ആ ആഡ്സിൽ നിന്നാണ് ഇൻകം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആഡ്സിൽ ചിലപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഹറാമായിട്ടുള്ള മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ യൂട്യൂബ് ഇൻകം ഹറാമായി മാറുന്നത്. പിന്നെ യൂട്യൂബ് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ മോണിറ്റൈസേഷൻ ഓഫാക്കി ഇടാനും ഓണാക്കി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരുവിധം ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഓൺ ചെയ്താൽ മാത്രമേ പരസ്യം വരുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും നമ്മളെ വീഡിയോസിൽ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ആഡ്സ് കാണിക്കും. അത് യൂട്യൂബിൻ്റെ പുതിയൊരു പോളിസിയാണ്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ചാനൽ മോണിറ്റൈസേഷൻ ആയെങ്കിൽ മാത്രമേ വീഡിയോസിൽ ആഡ്സ് കാണിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരാളിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണെങ്കിൽ പോലും അതിൽ ഓരോ വീഡിയോസിനും യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ആഡ്സ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വലിയ വലിയ ഉസ്താദുമാർക്കൊക്കെ ചാനൽസ് ഉണ്ട്. അവരെ ചാനലെടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, അതിലൊക്കെ ആഡ്സ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഉസ്താദുമാർ മോണിറ്റൈസേഷനൊന്നും ഓൺ ചെയ്തിട്ടിട്ടേ ഉണ്ടാവില്ല, എങ്കിൽ പോലും അവരെ വീഡിയോസിനൊക്കെ ആഡ്സ് വരുന്നുണ്ട്. അതൊക്കെ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് കാണിക്കുന്ന ആഡ്സാണ്. പിന്നെ യൂട്യൂബ് നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. മോണിറ്റൈസ് ആയ ചാനലിലൊക്കെ നമുക്ക് വരുന്ന ആഡ്സിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷുവലി ആയിട്ടുള്ള ആഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്തിടാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, മ്യൂസിക്കൊക്കെ വരുമ്പോൾ അത് ഹറാമല്ലേ എന്നുള്ളത്. ഹറാമായിട്ടുള്ള മ്യൂസിക്കും നമുക്ക് ബ്ലോക്ക് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ വരുന്ന ആഡ്സൊക്കെ നമ്മൾ യൂട്യൂബിൽ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സാണ് നമുക്ക് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും ഒരേ ആഡ്സ് ആയിരിക്കില്ല വരിക. നമ്മൾ യൂട്യൂബിൽ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഡ്സാണ് നമുക്ക് ഓരോ വീഡിയോസ് കാണുമ്പോൾ വരിക. അതേപോലെ ഗൾഫിലുള്ളവർക്ക് വേറെ ആഡ്സ് ആയിരിക്കും, നാട്ടിലുള്ളവർക്ക് വേറെ ആഡ്സ് ആയിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ആഡ്സ് യൂട്യൂബാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലാതെ വീഡിയോ ചെയ്യുന്ന നമ്മളല്ല. അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങളാണ് വരുന്നതെങ്കിൽ ഒന്നുകിൽ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ അത് സ്കിപ്പ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുമല്ലെങ്കിൽ സ്റ്റോപ്പ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രീമിയമായിട്ട് എത്രയോ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോസിനും പിന്നെ ആഡ്സ് വരില്ല. ഇനി യൂട്യൂബ് ഇൻകം ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻകം എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഹലാലായ വരുമാനം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണം, വസ്ത്രങ്ങൾ, അതുപോലെ വീട്, ഈ കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവില്ലേ, അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് കടങ്ങളുണ്ട്, അതല്ലെങ്കിൽ ബാങ്കിൽ കുറച്ച് പലിശ ഹറാമാണ്. എന്നാലും നമ്മളെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോണോ അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് പണയം വെക്കുക അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഗോൾഡ് നമ്മൾ പണയം വെക്കുക അങ്ങനെയൊക്കെ ചെയ്തു പോവാം.
അപ്പോൾ ഇതുപോലുള്ള കടബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഇൻകം യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് ലോട്ടറി ഒക്കെ അടിച്ചാൽ കിട്ടുന്ന ക്യാഷിൻ്റെ കാര്യം. ഇനി നമ്മളെ ഈ ചാനലിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ 120ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നിലവിലുള്ളത് 120ഓളം വീഡിയോസാണ്. ഇത്രയും ഞാൻ ചെയ്തിട്ടും എനിക്ക് ഒരു പേയ്മെൻറ്റ് പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. സത്യസന്ധമായിട്ട് പറയുകയാണ്, എനിക്ക് ഇതുവരെയും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. യൂട്യൂബ് ഇൻകം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇതുവരെയും വീഡിയോസൊന്നും ചെയ്തത്. എൻ്റെ മനസ്സിലൊരു നിയ്യത്തുണ്ട്. എനിക്കറിയാവുന്ന നല്ല നല്ല കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം. നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവിനായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിങ്ങളെ ഓരോ കമൻസ് കാണുമ്പോൾ അതിലെനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അതിനേക്കാൾ വലുതല്ല വേറെ ഒരു ഇൻകം. നമ്മൾക്കറിയാം ഇന്നിപ്പോൾ ഇസ്ലാമിൽ പറഞ്ഞ പോലൊന്നല്ല കുറേ ആളുകളൊന്നും ജീവിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾ ഇസ്ലാമിൽ നിന്നിങ്ങനെ അകന്നു പോകുന്ന പോലെയാണ് ചില ആളുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ചാളുകൾക്കെങ്കിലും അതല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയം. അത് തന്നെയാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഇനിയിപ്പോൾ യൂട്യൂബ് എനിക്കാണ് ലക്ഷ്യമെങ്കിൽ നന്നായി ഒരുങ്ങി നല്ല ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മളെ ഫേസൊക്കെ കാണിച്ച് അല്ലെങ്കിൽ നല്ല മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും റീച്ച് കിട്ടും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസിനൊക്കെ ലക്ഷങ്ങളാണ് വ്യൂസിനനുസരിച്ചിട്ടാണല്ലോ ഇൻകം കിട്ടുന്നത്. പക്ഷേ ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇങ്ങനെ തന്നെ തുടർന്ന് പോകാനാണ് താല്പര്യം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതിൽ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്നായിട്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഉള്ളവരുണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയിലുള്ളവർ കാണുന്നുണ്ടാവും. അവർക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് പോലും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഇൻസ്റ്റയിലോ ഒന്നിൽ പോലും ഞാൻ ഷെയർ ചെയ്യാറില്ല. യൂട്യൂബിലിടും, അത് എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ കാണും, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് വ്യൂസ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ ഷെയർ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് നമ്മളെ ചാനലിൽ വ്യൂസ് കുറവാണെങ്കിലും ഇനിയിപ്പോൾ 100 വ്യൂസ് ആണെങ്കിലും 1000 വ്യൂസ് ആണെങ്കിലും ഒക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ യൂട്യൂബിനെ കണക്കാക്കുന്നത്. പിന്നെ യൂട്യൂബ് ഇൻകം ഹലാലാണോ ഹറാമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഹറാമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളൊരു 100% ഉറപ്പ് എനിക്കുണ്ട്. ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുക. അതിൽ നിന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കണ്ടൻറ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തുക. ഇനി ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തു പോവുക. ഇത് എനിക്കൊരു അഹങ്കാരമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. കാരണം ഇതുപോലുള്ള കമൻസ് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നുകയാണ്. കാരണം പരസ്യം എന്നത് ഞാൻ ഉണ്ടാക്കുന്നതല്ലല്ലോ, വീഡിയോ മാത്രമാണ് എൻ്റെത്. അതിൽ വരുന്ന പരസ്യങ്ങൾ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ മോണിറ്റൈസേഷൻ ഓഫാക്കിയാലും ഓണാക്കിയാലും യൂട്യൂബ് ആഡ്സ് കാണിക്കും. യൂട്യൂബ് എന്ന് മാത്രമല്ല, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന VN ആപ്പ്, പിക്സാർട്ട്, അങ്ങനെ എല്ലാത്തിലും ആഡ്സ് കാണിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ നിലനിൽപ്പ് തന്നെ ആഡ്സാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ വീഡിയോസിൽ ഹറാമായ പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ സ്കിപ്പ് അടിക്കാൻ പറ്റും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. ഞാനൊരു 2-3 മിനിറ്റ്സിൻ്റെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ 9 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞതിൽ ആർക്കെങ്കിലുമൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.